ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്ന് നടന്നൊരു ടാസ്കും അവിടെ സംഭവിച്ച ചില കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. അതായത് ബിഗ് ബോസ് എന്നൊരു പുതിയ ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. ടാസ്കിന്റെ പേര് ബോട്ടിൽ ഫാക്ടറി എന്നാണ്. അതായത് ബിഗ് ബോസ് വീട് 2 ഫാക്ടറികളായിട്ട് മാറുകയാണ്. ഒന്ന് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയും മറ്റൊന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയും. ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ മുതലാളിയായിട്ട് നമ്മുടെ അനീഷും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ മുതലാളിയായിട്ട് നമ്മുടെ നെവിനുമാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഏകദേശം 11 ഏജന്റുമാരുണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ക്വാളിറ്റി ഇൻസ്പെക്ടർമാരും ഉണ്ട്. അതാണ് നമ്മുടെ അനുവും ജിഷിനും. ഇങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ ഈ ടാസ്കിലെ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജ്യൂസ് മോഷ്ടിച്ചുകൊണ്ട് പോവുക, ജ്യൂസ് ആരും കാണാതെ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുക, അത് കുടിക്കുക, അങ്ങനെ കാണിച്ച് ഈ ടാസ്ക് ആകെപ്പാടെ ചളക്കുളവാക്കി ബിഗ് ബോസിന് അനൗൺസ് ചെയ്തു ഈ ടാസ്കിൻ്റെ 1ാമത്തെ റൗണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന്. ഇവിടെ ടാസ്ക് നന്നായിട്ട് കളിച്ച ഒരേ ഒരാൾ അനീഷ് മാത്രമാണ്. ഷാനവാസ് ഉൾപ്പെടെ ആദില, അക്ബർ, ജിസേൽ മൊത്തത്തിൽ ഇവരെല്ലാവരും വളരെ ഫ്ലോപ്പ് കളി. ടാസ്കിൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് കളിച്ചത്. ഒരിക്കലും ഒരാളുടെ ജ്യൂസ് മോഷ്ടിക്കാൻ ആ ടാസ്ക് സെക്രട്ടറി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെല്ലാവരും അത് മോഷ്ടിക്കുകയാണ്, അത് മോഷ്ടിച്ച് മാറ്റി വെക്കുകയാണ്. അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഈ കാണിക്കുന്ന തെറ്റാണ്, ഇങ്ങനെയല്ല ഇത് കളിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടും ടാസ്ക് സെക്രട്ടറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കളിച്ച ഒരേ ഒരാൾ അനീഷാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ബിഗ് ബോസിൻ്റെ ക്ലാസിക്കൽ ടാസ്ക്, ഇത് ഞാൻ ക്ലാസിക്കൽ ടാസ്ക് എന്ന് പറയാനുള്ള കാര്യം, ഇത് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലുമൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാവുന്ന, ഭയങ്കരമായിട്ട് TRP ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് കോമഡിയൊക്കെ ചേർത്ത് ചെയ്യാവുന്ന രസകരമായിട്ടുള്ള ഒരു അല്പം ഫിസിക്കലൊക്കെ വരുന്ന ടാസ്ക്കാണ്. ആ ടാസ്കിനെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ അഭിനവ മൊണ്ണമാർ ചേർന്ന് കളിച്ച് അലമ്പാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എപ്പിസോഡ് കാണാൻ പോകുന്നവരാണെങ്കിൽ, ഈ ഒരു ടാസ്കിനെ പറ്റി, ആ ടാസ്കിനെ അവിടെയുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്ത രീതിയെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.